അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിരിക്കുന്ന സമയങ്ങളും മണിക്കൂറുകളും നിമിഷങ്ങളുമെല്ലാം വളരെയേറെ നമുക്ക് വിലപ്പെട്ടതാണ്. ആ നിമിഷങ്ങളിൽ നമുക്ക് സമാധാനം തന്ന അല്ലാഹ് നമുക്ക് സൗകര്യങ്ങളും നമുക്ക് എല്ലാ സംവിധാനങ്ങളും വിശാല വിസ്തൃതമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാൻ നമുക്ക് തരുമ്പോൾ ആ റബ്ബിനോട് നമുക്ക് ഒരുപാട് കടമകളുണ്ട്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ആവോളം നമ്മൾ ആസ്വദിക്കുമ്പോൾ ആ പടച്ചവനോട് നന്ദി കാണിക്കുക എന്ന് പറയുന്നത്, ആ പടച്ചവനോട് ആ റബ്ബിന്റെ പൊരുത്തം നേടുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. ഈ പരിശുദ്ധമായ ശഅബാൻ കടന്നു വന്നു. ശഅബാനിന്റെ പകുതി പിന്നിടാൻ പോകുമ്പോൾ എന്താണ് എന്റെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ റബ്ബിന് വേണ്ടി എന്ത് നന്മകളാണ് നമുക്ക് ധാരാളമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സാധാരണ ഞങ്ങളെ കാണാത്തതുപോലെ, സാധാരണ മാസങ്ങളെ ഞങ്ങളെ കാണാത്തതുപോലെ എന്തേ ഈ പരിശുദ്ധമായ ശഅബാൻ അങ്ങ് ധാരാളമായി നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ? യാ റസൂലല്ലാഹ്, എന്താണ് നബി അതിനുള്ള കാരണം? എന്താണ്? ആ സമയത്ത് പുന്നാരവിധങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ ഉസാമ, ഈ ശഅബാൻ എന്ന് പറഞ്ഞാൽ ذلك شهر يغفل الناس, ജനങ്ങളെല്ലാവരും അശ്രദ്ധയിലാകുന്ന മാസമാണ്, ജനങ്ങളെല്ലാം അവഗണിക്കുന്ന മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. എന്റെ സ്വഹാബ, എന്നിട്ട് നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ബൈന റജബിൻ വ റമളാൻ, റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ശഅബാൻ ഉണ്ടല്ലോ, ജനങ്ങളെല്ലാം അവഗണിക്കുന്ന മാസമാണ്, ജനങ്ങളെല്ലാവരും മാറി നിൽക്കുന്ന മാസമാണ്, നന്മകൾ ചെയ്യാതെ അശ്രദ്ധയിലായി കഴിഞ്ഞുകൂടുന്ന മാസമാണ്. എന്നിട്ട് നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാൽ, നമ്മുടെ അമലുകളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് ഈ പരിശുദ്ധമായ ശഅബാനിലാണ്. അതുകൊണ്ടാണ് സഹാബ, ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നത്, എന്റെ ഇബാദത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ മലക്കുകൾ സമർപ്പിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഫൗഹിബ്ബു അയ്യുർഫഅ അമലി വഅന സായിം, എന്റെ അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ കാണിക്കുമ്പോ ഞാൻ നോമ്പുകാരനായ നിലയിലാണെങ്കിൽ അൽഹംദുലില്ലാഹ്, എനിക്ക് വളരെയേറെ സന്തോഷമാണ്, അത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നത് ഈ പരിശുദ്ധ ശഅബാനിലാണ്. കാരണം എന്താ? ഈ ശഅബാനിലാണ് നമ്മുടെ നന്മകളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മൾ നോമ്പുകാരനാണ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സന്തോഷമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പരിഗണിക്കാനുള്ള കാരണം അതാണ് എന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാം. മാത്രമല്ല, പരിശുദ്ധമായ ശഅബാൻ 15 എന്ന് പറഞ്ഞാൽ ബറാത്തിന്റെ രാവെന്ന് പറഞ്ഞാൽ, വിശ്വാസികളെ നിങ്ങൾ അശ്രദ്ധരാവല്ലേ, വിശ്വാസികളെ നിങ്ങൾ മറന്നുപോകല്ലേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന ബറാത്തിനെ മറന്നുപോകല്ലേ, മറന്നുപോകല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയുകയാ, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ 15ന്റെ രാവെന്ന് പറഞ്ഞാൽ, ബറാത്തിന്റെ രാവെന്ന് പറഞ്ഞാൽ ഫയഗ്ഫിറു ലിഇബാദിഹി, അവന്റെ അടിമകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന സമയമാ. ബറാത്തിന്റെ രാവിനാട് സാധാരണ അല്ലാഹു പുറത്തു കൊടുക്കുന്നതിനേക്കാളേറെ എന്റെയും നിന്റെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുണ്ടല്ലോ, നമ്മൾ റബ്ബിനോട്
റബ്ബിനോട് ചോദിച്ചോ, അള്ളാഹു പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് ബറാത്തിന്റെ രാമെന്ന് പറയുന്നത്. അത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെന്ന് വിട പറഞ്ഞു പോയവരില്ലേ, ഉപ്പമാര് മരണപ്പെട്ടു പോയവരില്ലേ, ഉമ്മമാര് മരണപ്പെട്ടു പോയവരില്ലേ, സഹോദരങ്ങൾ മരണപ്പെട്ടു പോയവരില്ലേ, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്ന സമയമാണോ ഈ ബറാത്ത് രാവ് എന്ന് പറയുന്നത്, ശഅബാൻ 15 എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, വഅന്നഹു യഖാ ഫിഹാ മഗ്ഫിറത്തുൻ മഖ്സൂസ. പ്രത്യേകമായ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. സാധാരണ പുറത്തു കൊടുക്കുന്നത് പോലെയല്ല, പ്രത്യേകമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന സമയമാണ് ബറാത്തിന്റെ രാവ് എന്ന് പറയുന്നത്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറയാണ്. മാത്രമല്ല വസ്തിജാബത്തുൻ മഖ്സൂസ, പ്രത്യേകമായ ദുആനെ സ്വീകരിക്കുന്ന രാവാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമുക്കെത്രയോ പ്രയാസങ്ങളുണ്ട്, നമുക്കെത്രയോ സങ്കടങ്ങളുണ്ട്, നമുക്കെത്രയോ വേദനകളുണ്ട്. വീടില്ലാത്തവരില്ലേ, കടങ്ങളുള്ളവരില്ലേ, രോഗങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരില്ലേ, എത്രയോ ആവശ്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുള്ളത്. അതെല്ലാം നമ്മുടെ റബ്ബിനോട് ചോദിക്കാൻ അല്ലാഹു അവസരം തരികയാണ്. ഈ സമയത്ത് അല്ലാഹുവോട് ചോദിച്ചാ അല്ലാഹു നമുക്ക് ഉത്തരം തരുന്ന രാത്രിയാ. വസ്തിജാബത്തുൽ മഖ്സൂസ, പ്രത്യേകമായി അല്ലാഹു നമുക്ക് ദുആഇന് ഇജാബത്ത് തരുന്ന സമയം കൂടിയാണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല പറയാ, പ്രത്യേകമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുക. സാധാരണ പുറത്തു കൊടുക്കുന്നതിനേക്കാളേറെ പുറത്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ദുആ, എല്ലാവർക്കും പരാതിയാണ്, ദുആ സ്വീകരിക്കുന്നില്ല, ദുആ സ്വീകരിക്കുന്നില്ല. അല്ലാഹു എപ്പോഴും ഞങ്ങൾ ദുആരക്കാറുണ്ട്, പക്ഷേ ഒന്നോട് ശരിയാവണില്ല എന്നാണ് പല ആളുകളും പറയാ. അതിനൊക്കെ അല്ലാഹു നമുക്ക് അവസരം തരുമ്പോൾ ഈ അവസരങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്തത്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ബറാത്തിന്റെ രാവെന്ന് പറഞ്ഞാൽ ശഅബാൻ 15ന്റെ രാവെന്ന് പറഞ്ഞാൽ പ്രത്യേകമായ അല്ലാഹു പുറത്തു കൊടുക്കുന്ന രാവാ. വസ്തിജാബത്തുൻ മഖ്സൂസ, പ്രത്യേകമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാൻ ദുആഇനെ സ്വീകരിക്കുന്ന രാവാണ് ബറാത്തിന്റെ രാവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് പോവുകയാണ്. എന്തിനെന്നറിയുമോ? അവിടെ കിടക്കുന്ന മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് അല്ലാഹുവിന്റെ റസൂൽ കടന്നുപോയത്. കാരണം എന്താ? വമഗ്ഫിറത്തുൻ മഖ്സൂസ, ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും പ്രത്യേകമായ അല്ലാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ബറാത്തിന്റെ രാവെന്ന് പറയുന്നത്. വസ്തിജാബത്തുൻ മഖ്സൂസ, ആ സമയത്ത് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അത്രത്തോളം ശ്രേഷ്ഠതയുള്ള രാവാണ്. നമ്മൾ ആരും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ അള്ളാഹു തരുന്ന സമയങ്ങളല്ലേ ഇതെല്ലാം, അള്ളാഹു നമുക്ക് തരുന്ന അവസരങ്ങളല്ലേ ഇതെല്ലാം. ഇതിനെ പരമാവധി ഞാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ അശ്രദ്ധരായി മാറിപ്പോകരുത്. ജനങ്ങളൊക്കെ അശ്രദ്ധരാകുന്ന സമയമാണ് ഈ ശഅബാൻ എന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാം. ആരംഭ റസൂൽ അവിടുന്ന് പറയുകയാണ്, ശഅബാൻ എന്ന് പറഞ്ഞാൽ യഗ്ഫുലുൻ നാസ് അൻഹു, എല്ലാവരും അശ്രദ്ധയിലാകുന്ന സമയമാ. എല്ലാവരും അശ്രദ്ധയിലാകുന്ന സമയത്താണ് നമ്മൾ ധാരാളമായി ഇബാദത്ത് ചെയ്യേണ്ടത്. മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാ സ്വലാത്ത് ചൊല്ലിയിരുന്ന സമയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഖുർആൻ ഓതിയിരുന്ന സമയങ്ങള്, കുഞ്ഞുമക്കളെ സ്വലാത്ത് ചൊല്ലിയിരുന്ന സമയങ്ങള് എല്ലാം
എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രയാസങ്ങൾ കൂടിയത്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഇന്ന് ദുഃഖങ്ങൾ കൂടിയത്, ദുരിതങ്ങൾ കൂടിയത്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിന്നാസ്. ജനങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാരോഗങ്ങളും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിന്നാസ്. അവർ ചെയ്തു പോയ പാപങ്ങൾ കൊണ്ടാണ് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അപ്പൊ നമ്മുടെ തെറ്റുകൾ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് പ്രയാസങ്ങൾ വരിക. അതിൽ നിന്ന് മാറാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ബറാത്തിന്റെ ദിനമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും നിസ്സാരമാക്കാൻ കഴിയോ? ഇനിയൊരു ബറാത്ത് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനിയൊരു ഷഅബാൻ കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയോ? ഇനി ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമോ എന്നും നമുക്കറിയില്ല. ഒരു പക്ഷേ ഈ റമദാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തന്നാൽ ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാനാണോ അതും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ തിരിച്ചറിയണം, കുറേ നമ്മൾ മനസ്സിലാക്കണം, യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരണം. നമ്മളെല്ലാവരും ഭൗതിക ലോകത്തിന്റെ ചിന്തകളുമായി നടക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് അള്ളാഹിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ബറാത്ത് രാവെന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരൂല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ബറാത്ത് രാവിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ആകാശഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് വല്ലാത്ത പ്രകാശം കാണുകയാണ്. വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അതിൽ എഴുതിയിരിക്കുന്നത്, ബഹുമാനപ്പെട്ടവരെ കാണുന്നത് ഹാദിഹി ബറാഅത്തുൻ മിനന്നാർ. ഇന്ന് ബറാത്താണ്, ഒരുപാട് ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന ദിവസമാണ് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. മിനൽ മലിക്കിൽ അസീസ് ലിഇബാദിഹി. അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന, അള്ളാഹു നരകമോചനം കൊടുക്കുന്ന സമയമാണ്, അള്ളാഹു നരകമോചനം കൊടുക്കുന്ന രാത്രിയാണ്. ഹാദിഹി ബറാഅത്തുൻ മിനന്നാർ. ഇന്ന് നരകമോചനം അള്ളാഹു കൊടുക്കുന്ന രാത്രിയാണ് എന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് കണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് നരകമോചനം വേണ്ടേ? നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കണ്ടേ? അള്ളാഹു നരകമോചനം തരാ. അള്ളാഹു നമുക്ക് നരകമോചനം തരുന്നതിന് നമുക്ക് ആഗ്രഹമില്ലേ മുസ്ലിമേ? ശഅബാൻ 15 ബറാത്തിന്റെ രാത്രി പോലും അതിനെ നശിപ്പിച്ച് കളയല്ല മുസ്ലിമേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു തരുന്ന സമയങ്ങള്, നിമിഷങ്ങളൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ, ഇത്തരം സന്ദർഭങ്ങളെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ബറാത്തിനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, ബറാത്തിനെ കുതിക്കുന്നവരാണ്, അതിന്റെ പ്രതിഫലം പരിപൂർണമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കുറച്ച് ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ചില ആളുകൾക്ക് ബറാഅത്തിന്റെ രാവിലെ അള്ളാഹു പരിഗണിക്കൂല എന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, പരിശുദ്ധമായ ബറാത്തിന്റെ രാവുണ്ടല്ലോ, ഒരുപാട് ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന, ദുആയ്ക്ക് ഇജാബത്ത് കൊടുക്കുന്ന, ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹ വർഷങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ബറാത്തിന്റെ രാവുണ്ടല്ലോ. ആ സമയത്ത് അല്ലാഹു പരിഗണിക്കാത്ത കുറച്ച് ആളുകളുണ്ട് സഹാബ. ലാ യൻദുറുല്ലാഹു
അല്ലാഹു ഫീ ലൈലത്തുൽ ബറാ. ഈ ബറാത്ത് രാവിലെ അല്ലാഹു തിരിഞ്ഞു നോക്കാത്ത, അല്ലാഹു പരിഗണിക്കാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? മനസ്സിന്റെ ഉള്ളില് വിദ്വേഷവും പകയുമായി നടക്കുന്നവരാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എത്രയോ ആളുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പിണങ്ങിയിരിക്കുന്നത്, എത്രയോ ആളുകളാണ് എന്നും വെറുപ്പുമായി കഴിഞ്ഞുകൂടുന്നവര്. നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ലോ, നിങ്ങൾ എത്ര ദുആ ചെയ്താലും നിങ്ങളുടെ ദുആന് അല്ലാഹു ഇജാബത്ത് തരൂല. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ അമലുകൾ അല്ലാഹു വേണ്ട. ആരംഭ റസൂൽ എവിടുന്ന് പറയുകയാ, പിണങ്ങിയിരിക്കുന്നവരെ, മിണ്ടാതെ വെറുപ്പുമായി നടക്കുന്നവരെ, മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണങ്ങിയിരിക്കുന്നവരില്ലേ, മക്കളോട് കർക്കശമായ നിലപാടില് മാതാപിതാക്കള് പെരുമാറുന്നവരില്ലേ, അല്ലാഹുവേ എത്രയോ കുടുംബങ്ങളിലാണെന്ന് പിണങ്ങിയിരിക്കുന്നത്. മക്കളും മാതാപിതാക്കളും തമ്മിൽ പിണങ്ങിയിരിക്കുന്ന ആളുകളില്ലേ, മക്കൾക്ക് സ്വസ്ഥത കൊടുക്കാത്ത മാതാപിതാക്കളില്ലേ, എന്ത് ചെയ്തു കൊടുത്താലും പരാതിയാണോ, എന്ത് ചെയ്തു കൊടുത്താലും കുറ്റങ്ങളും കുറവുകളും അല്ലാതെ പറയാനൊന്നുമില്ലല്ലോ. എപ്പോഴും വാശിയും വൈരാഗ്യമായി ഒരു വീട്ടിലാണെങ്കിലും രണ്ട് വീട്ടിൽ കഴിയുന്നത് പോലെ ഇന്നും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ലാ യൻദുറുല്ലാഹു ഫീ ലൈലത്തുൽ ബറാ. ഈ ബറാത്തിന്റെ രാവിലെ അല്ലാഹു നോക്കാതെ ഒന്നാമത്തെ വിഭാഗമാണ് പിണങ്ങിയിരിക്കുന്നവര്, പരസ്പരം വിദ്വേഷമായി കഴിഞ്ഞുകൂടിയിരിക്കുന്നവര്, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയില് എന്നും പരാതികളുമായി വെറുപ്പുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ടല്ലോ. ലാ യൻദുറുല്ലാഹു ഫീ ലൈലത്തുൽ ബറാ. നിങ്ങൾ നോമ്പ് പിടിച്ചാലും അല്ലാഹു നിന്റെ നോമ്പ് വേണ്ടോ? നീ നിസ്കരിക്കുന്നവനാണെങ്കിൽ, നീ എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിൽ പിണങ്ങിയിരിക്കുന്നവനാണോ? ബറാത്തിന്റെ രാത്രിയില് ആ രാവിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാ അവന്റെ അടിമകൾക്ക് റഹ്മത്ത് ചെയ്തു കൊടുക്കുമ്പോ നിനക്കത് കിട്ടൂല. അപ്പോ പിണങ്ങിയിരിക്കുന്ന ആളുകൾക്ക് എന്തില്ല, ബറാത്തിന് എത്ര കഷ്ടപ്പെട്ട് നോമ്പൊടിച്ചാലും സ്കെച്ചിട്ടും ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി നിബിധങ്ങൾ അവിടെ നിന്ന് പറയുന്നത്, പരിശുദ്ധ ബറാത്തിന്റെ ബറക്കത്ത് കിട്ടാത്തവർ, ആ സമയത്ത് അല്ലാഹു നോക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? അവർ കുടുംബബന്ധം മുറിക്കുന്നവരാ. കുടുംബക്കാരുമായി എപ്പോഴും പ്രശ്നങ്ങളാണ്, ജ്യേഷ്ഠനും അനിയനും പ്രശ്നങ്ങളാണ്, പരസ്പരം മിണ്ടുന്നില്ല, സലാം പറഞ്ഞാ മടക്കൂല. എത്രയോ കൊല്ലങ്ങളായിട്ടാണ് പിണങ്ങിയിരിക്കുന്നത്. നിസാര കാര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെ ഉണ്ടാകട്ടെ, വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ എന്നും പിണങ്ങിയിരിക്കുന്നവരുണ്ടല്ലോ. ലാ യൻദുറുല്ലാഹു ഫീ ലൈലത്തുൽ ബറാ. ബറാത്തിന്റെ രാത്രിയില് ആ രാവിലെ അല്ലാഹു നിങ്ങളെ പരിഗണിക്കൂല. അങ്ങനെയാണ്. അപ്പൊ കുടുംബബന്ധം മുറിക്കുന്നവരുടെ അമലുകളൊന്നും അല്ലാഹുക്ക് വേണ്ട. മൂന്നാമതായി നിബിധങ്ങൾ അവിടുന്ന് പറയുന്നത്, നമ്മളൊക്കെ വസ്ത്രം ധരിക്കുന്നവരാണ്. ഞെരിയാണിക്ക് താഴെ ആരാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത്? ഇന്നതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇന്ന് യുവാക്കളും പ്രായമായവരെല്ലാം തറയിലൂടെ മുണ്ടിങ്ങനെ വലിശേഷം നടക്കുകയാണ്. ഞെരിയാണിക്ക് താഴെ ആരാണ് വസ്ത്രം ധരിക്കുന്നത്? അവരെ അല്ലാഹു ബറാത്തിന്റെ രാവിലെ പരിഗണിക്കൂല. നാലാമതായി അല്ലാഹുവിന്റെ ഹബീബ് ഇവിടുന്ന് പറയുകയാണ്, നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ, വാപ്പ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് സ്വർഗമാ, അവർ നമുക്ക് ജീവനാണ്. അവരെ ആരാണ് പ്രയാസപ്പെടുത്തുന്നത്? അവരെ ആരാണ് വേദനിപ്പിക്കുന്നത്? അവരെ ആരാണ് നൊമ്പരപ്പെടുത്തുന്നത്? ലാ യൻദുറുല്ലാഹു ഫീ ലൈലത്തുൽ ബറാ. ബറാത്ത് രാവിലെ അല്ലാഹു അത്തരക്കാരെ പരിഗണിക്കൂല. അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ തീരട്ടെ, അതുകൊണ്ട് സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സലാം പറഞ്ഞ് നല്ല രീതിയിൽ ഈ കുറഞ്ഞ ആയുസ്സിൽ കുറച്ചു കാലമല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് പിണക്കങ്ങളെല്ലാം മാറ്റി അൽഹംദുലില്ലാഹ് നല്ല കുടുംബജീവിതം നയിക്കണേ മുസ്ലിമേ.
കുടുംബബന്ധം മുറിക്കുന്നവരെ ബറാത്ത് രാത്രിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഗണിക്കൂല. അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഇന്ന് നമ്മുടെ നാടുകളിൽ ലഹരികൾ സുലഭമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരില്ലേ, അവരെത്ര പൊട്ടിക്കരഞ്ഞാൽ ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാതെ, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാതെ ഇപ്പോഴും തെറ്റുകളുമായി കഴിഞ്ഞുകൂടുകയാണ് എങ്കിൽ ആ ബറാത്തിന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടൂല. ആറാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ബറാത്ത് രാവിലോ ശഅബാൻ 15 രാവിലോ അള്ളാഹു പരിഗണിക്കാത്ത ആറാമത്തെ വിഭാഗമാ. അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കരിച്ച് നടക്കുന്ന ആളുകളില്ലേ, അള്ളാഹുവിനെ പരിഗണിക്കാതെ നടക്കുന്നവരില്ലേ, നിസ്കാരവുമില്ല, പള്ളിയുമായി ബന്ധമില്ല, എപ്പോഴും ഭൗതികമായ ജീവിത സാഹചര്യങ്ങളുമായി നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിലോ ബറാത്ത് രാത്രിയിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കൂല. അതാണ്. അപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞ 6 വിഭാഗം ആളുകൾ, ഇവരെ ഒന്നും ബറാത്തിന് രാത്രിയുള്ള പരിഗണിക്കൂല. ഇത് ഞാൻ പറയുന്നത് ഈ വിഭാഗത്തിൽ നമ്മൾ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പഴക്കങ്ങളൊക്കെ ഉള്ളതാണ് പ്രിയപ്പെട്ടവർ, അതിനെ നമ്മൾ മാറ്റണം. ഈ പരിശുദ്ധ ദിനങ്ങളെല്ലാം നമുക്ക് നന്നാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ നിസ്കാരം എല്ലാ ഇബാദത്തുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ കുടുംബക്കാരോട് ബന്ധമില്ല, കുടുംബ ബന്ധം മുറിക്കുന്നവനാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവനാണ്, അങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഈ ലൈലത്തുൽ ബറാത്തിൽ, ഈ ബറാത്തിന്റെ രാവിലെ ഒന്നും നമുക്ക് കിട്ടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബറാത്തിന്റെ രാവിലെ നമ്മളെല്ലാവരും 3 യാസീൻ ഓതാറുണ്ട്. അത് മറക്കല്ലേ ഉമ്മ. നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ ഓതിപ്പിക്കണേ. ഒരുപാട് ബറക്കത്തുകളാണ് അല്ലാഹു നമുക്ക് തരുന്നത്, ഒരുപാട് നിഅമത്തുകളാണ് തരുന്നത്. മഹാനായ ഹസൻ സുബൈരി റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാ, ഇഖ്റ സൂറത്ത് യാസീൻ. നിങ്ങളൊരു യാസീൻ ഓതണം. മഗ്‌രിബ് കഴിഞ്ഞാൽ ബറാത്തിന്റെ 15 രാവിലെ, മഗ്‌രിബ് കഴിഞ്ഞാൽ ആ രാവിലെ നിങ്ങളൊരു യാസീൻ ഓതണം. എന്നിട്ടോ പ്രത്യേകമായ ലൈലത്തുൽ ബറാഇന്റെ ദുആ ഉണ്ടല്ലോ, ലൈലത്തുൻ നിസ്ഫി, ബറാത്ത് രാവിന്റെ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. ആ ദുആ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, യസ്അലുല്ലാഹ അൽ ബറകത ഫിൽ ഉംരി. അല്ലാഹുവിനോട് നിങ്ങളുടെ ആയുസ്സിലെ ബറക്കത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം, അല്ലാഹുവേ എന്റെ ആയുസ്സിനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരു യാസീൻ ഓതിയിട്ട് അല്ലാഹുവിനോട് ആയുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് ഹസൻ സുബൈദ് റളിയല്ലാഹു തആല എന്ന് പറയുകയാ, സുമ്മ ഫി സാനിയ, എന്നിട്ട് രണ്ടാമത്തെ യാസീൻ നിങ്ങൾ ഓതണം. എന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കൂ, അൽ ബറകത ഫി റിസ്ഖി, നിങ്ങളുടെ റിസ്ഖിൽ വിശാലത കിട്ടാൻ, നമുക്ക് ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനെ കുറിച്ചാണ് റിസ്ഖ് എന്ന് പറയുന്നത്. അന്നം മുട്ടാതിരിക്കാൻ, നമുക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ, നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ, ആ റിസ്ഖിൽ ബറകത്ത് കിട്ടാൻ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണേ. എന്നിട്ട് ഹസൻ സുബൈദ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, സുമ്മ ഫി സാലിസ, എന്നിട്ട് മൂന്നാമത്തെ യാസീൻ നിങ്ങൾ ഓതണം. എന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്തെന്നറിയുമോ? ഹുസ്നുൽ ഖാതിമ. നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ വല്ലാത്ത ആഗ്രഹമാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഈമാനോടുകൂടെ മരിക്കണ്ടേ, നല്ല രീതിയിൽ നല്ല മരണം വേണ്ടേ മുസ്ലിമേ. ആ ബറാത്ത് രാവിലെ മൂന്നാമത്തെ യാസീൻ ഓതിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം, നല്ല മരണം തരണേ അല്ലാ. എന്നിട്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവരില്ലേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാ. നമ്മൾ മറക്കല്ലേ, ഈ ബറാത്ത് രാവിലെ മഗ്‌രിബിന് ശേഷം നമ്മൾ ചെയ്യാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ
3 യാസീൻ നമ്മൾ മറക്കാൻ പാടില്ല. ഒന്ന് ഹസൻ സുബൈദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒന്നാമത്തെ യാസീൻ നിങ്ങൾ ഓതിയിട്ട് ബറാത്ത് രാവിൽ പ്രത്യേകമായ ദുആ ഉണ്ട്. ആ ദുആ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആയുസ്സിൽ ബറക്കത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. സുമ്മ ഫി സാനിയ, രണ്ടാമത്തെ യാസീൻ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം റിസ്ഖിൽ ബറക്കത്ത് കിട്ടാൻ. മൂന്നാമത്തെ യാസീൻ നിങ്ങൾ ഓതിയതിനു ശേഷം അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ നല്ലൊരു മരണം, നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണം. മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയും വേണം. പ്രത്യേകിച്ച് സൂറത്ത് ദുഖാൻ നമ്മൾ ഓതണം. ആ ബറാത്തിന്റെ അവൽ അതുകൂടി ഓതിയാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് വളരെയേറെ പ്രതിഫലം നമുക്ക് തരും. ഈ പരിശുദ്ധമായ ശഅബാനിന്റെ ബറക്കത്ത് കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും അല്ലാഹു